ഡൽഹിയിലും ചടുലമായ നീക്കങ്ങൾ നടക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി ഇപ്പോൾ യോഗം ചേരുന്നു. അതുകൂടാതെ കേന്ദ്ര മന്ത്രിസഭാ യോഗവും ഇന്ന് ചേരുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് വിനീത വിജി തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ് അഗെയിൻ. പറയൂ വിനീത, ഡൽഹിയിലെ ചടുലമായ നീക്കം എന്താണ്, എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കാണാൻ കഴിയുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ മറ്റ് മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പ്രധാനമന്ത്രിയുടെ ഈ വസതിയിലേക്ക് എത്തിച്ചേരും. രാവിലെ 11 മണിക്കാണ് സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള നിർണായക യോഗം ചേരുന്നത്. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുക. ഇപ്പോൾ അല്പസമയം മുൻപ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ വസതിയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ചേരും. ഒപ്പം മറ്റു മന്ത്രിമാരും ഇവിടേക്ക് എത്തിച്ചേരും. ആദ്യം ചേരുന്നത് സുരക്ഷ സംബന്ധിച്ചുകൊണ്ടുള്ള സുരക്ഷാ സമിതിയുടെ പ്രത്യേക യോഗമായിരിക്കും. ഇതുവരെ സ്വീകരിച്ച നടപടിക്രമങ്ങൾ, ഇതിനോടകം തന്നെ സൈനിക തലത്തിലുണ്ടായ നീക്കങ്ങൾ, ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ സൈന്യം പറഞ്ഞത് ഞങ്ങൾ ഈ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓപ്പറേഷനുകൾ പല മേഖലകളിലും പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ഇത് അതീവ രഹസ്യമായിട്ടുള്ള നീക്കമാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ എങ്ങനെ നടക്കുന്നു എന്ന കാര്യങ്ങൾ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്ന് ഇന്നലെ സൈന്യം തന്നെ ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു വിവരം പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഈ അതീവ രഹസ്യമായി നടക്കുന്ന ഓപ്പറേഷനുകൾ, അതിന്റെ തുടർ പുരോഗതി എന്തൊക്കെയാണ്, ഏതൊക്കെ നിലയിൽ ആ ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഇനി അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായിട്ടുണ്ടോ തുടങ്ങി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ ഡൽഹിയിൽ എനിക്ക് പിന്നിൽ പ്രധാനമന്ത്രിയുടെ വസതിയിൽ ചേരുന്ന നിർണായക യോഗത്തിൽ തീരുമാനിക്കും. ഇത് 2ാം തവണയാണ് ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നത്. അതിനുശേഷമായിരിക്കും പൂർണ്ണ ക്യാബിനറ്റ് യോഗം ഉണ്ടാവുക. അത് ഏതാണ്ട് 11:15 ആ യോഗവും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം ധനകാര്യത്തിന്റെയും ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതിയും യോഗം ചേരും. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 യോഗങ്ങൾ ഞാനിപ്പോൾ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ ഈ വസതിയിൽ ഇന്ന് ചേരുമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇന്നലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. ആ യോഗത്തിന് തൊട്ട് പിന്നാലെ തന്നെ ഈ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വീണ്ടും ഒരു യോഗം ചേർന്നിരുന്നു. സൈനിക മേധാവികൾ, സംയുക്ത സൈനിക മേധാവി അനിൽ ചൗഹാൻ, ഒപ്പം തന്നെ സുരക്ഷാ ഉപദേഷ്ടാവ്, ഉന്നത ഉദ്യോഗസ്ഥരടക്കമുള്ളവർ ആ യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പൂർണ്ണ ഉത്തരവാദിത്തവും പൂർണ്ണ സ്വാതന്ത്ര്യവും സേനയ്ക്ക് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി. തിരിച്ചടി എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അത് എവിടെ, എപ്പോൾ, എങ്ങനെ വേണമെന്നുള്ളത് സേനയ്ക്ക് തീരുമാനിക്കാമെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനോടകം തന്നെ നമ്മുടെ സംയുക്ത സേന, കരസേനയും നാവികസേനയും വ്യോമസേനയും ഞങ്ങൾ സജ്ജമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ഒരു രഹസ്യ ഓപ്പറേഷൻ പല മേഖലകളിലും തുടരുന്നുണ്ടെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനകം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിവരങ്ങൾ നമുക്ക് ലഭ്യമാകും. അധികം വൈകാതെ തന്നെ മന്ത്രിമാരടക്കം ഞാൻ നിൽക്കുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ചേരും. കൃത്യം 11 മണിയോടുകൂടി നിർണായക യോഗം ആരംഭിക്കും.